ഹലോ, വെൽക്കം ബാക്ക് ടു SK ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നമുക്ക് 2 ചൂര കിട്ടിയിട്ടുണ്ട്. അതിന്ന് അച്ചാറിടുന്ന വീഡിയോ ആണ് കേട്ടോ. ഇത് നമുക്ക് അനിയന് വേണ്ടിയിട്ട് ഗൾഫിലേക്ക് കൊടുത്തു വിടാനുള്ളതാണ്. അപ്പം മീൻ കട്ട് ചെയ്യുന്നത് ഏട്ടനാണ് കേട്ടോ. ഏട്ടൻ്റെ കയ്യിലാണ് മീൻ കട്ട് ചെയ്യാൻ കൊടുത്തത്. അപ്പോൾ അതാണ്ട് വലിയ 2 പരിഞ്ഞിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ തുമ്പിക്കുന്ന സ്കൂളില്ലായിരുന്നു, അതുകൊണ്ട് തുമ്പിയും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ ഒന്ന് അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിലൊന്നും അല്ല, സാധാ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഇങ്ങനെ വെക്കുകയാണ്. അങ്ങനെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് മീനൊക്കെ അരപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടിയിലാണ് ഇത് വറുത്തെടുക്കുന്നത്. ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള നല്ലെണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം മീൻ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. മീൻ ഇട്ട ഉടൻ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത്, കാരണം മസാലയൊക്കെ ഒന്ന് അതിൽ നിന്ന് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഒരു 2 മിനിറ്റ് അങ്ങനെ തന്നെ കിടന്നതിന് ശേഷം ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. നമ്മുടെ മീൻ നമ്മൾ പൊരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. അങ്ങനെ മുരിച്ച് വന്നതിന് ശേഷം എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. പിന്നെ അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ആ പച്ച ചവയൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് ഒരു കരിമൂര ഒരു പരുവം വരെ ഒന്ന് മുരിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പം 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ നേരം നമ്മൾ തീ കുറച്ച് വെക്കണം. പിന്നെ ആവശ്യത്തിന് വിനാഗിരിയും കൂടെ ഒഴിച്ച് നമുക്ക് ഇതിന് ആവശ്യം വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ് കേട്ടോ. ഓഫ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചേക്കുന്ന മീനെല്ലാം കൂടെ മൊത്തത്തിൽ അതിലേക്ക് തട്ടിയിട്ട് കൊടുക്കുകയാണ്. കൊടുത്തിട്ട് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മീനകത്ത് അരപ്പെല്ലാം നന്നായിട്ട് പിടിക്കുന്ന രീതിക്കൊന്ന് ഇളക്കി മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ നന്നായിട്ടൊന്നും ചൂടാറിയ ശേഷം മാത്രമേ നമ്മളിത് കുപ്പിയിലേക്കൊക്കെ ആക്കാവുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ കേടായി പോകും. അപ്പോൾ നമ്മുടെ അച്ചാറെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് ഇനി ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഏട്ടനെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ ഒരു പീസ് എടുത്ത് തിന്ന് നോക്കിയിട്ട് കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ കഴിച്ച് നോക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ.